എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ലഡു തയ്യാറാക്കാം. നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ലഡു ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കശുവണ്ടിയും കിസ്മിസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 2 ടേബിൾ സ്പൂണോളം കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണോളം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലിപ്പോൾ കുറച്ച് നെയ്യ് ബാക്കിയുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള റവ തന്നെയാണ്, എങ്കിലും ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം. ലഡുവിന് വേണ്ടിയിട്ട് റവ വറുത്തെടുക്കുമ്പോൾ കുറഞ്ഞത് 2 ടേബിൾ സ്പൂണെങ്കിലും നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ നെയ്യ് വരെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ റവ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് തരികളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ബാക്കിയുള്ളത് കൂടി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു പാനിലേക്ക് തന്നെ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം കുറച്ച് കൂടുതലായിട്ടുണ്ടാവും, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ റവ ഒക്കെ ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിക്കോളും. ഇതിലേക്ക് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ തേങ്ങ ചിരവിയതും ഇതിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മളത് ആദ്യം റവ വറുത്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചേർത്തിട്ട് വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 6 ഏലക്കായ പഞ്ചസാരയും ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി ചേർക്കാം. ഇനി വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും ഉണക്കമുന്തിരിയും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കുറവാണെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പാകത്തിനുള്ള നെയ്യ് നമ്മൾ ഈ ഒരു റവ ലഡുവിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഇനി ഇതെല്ലാം ഡെസിക്കേറ്റഡ് കോക്കനട്ടിലോ അല്ലെങ്കിൽ സാധാരണ ചിരകിയെടുത്ത തേങ്ങയിലോ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഈ റവ ലഡു കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്